പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡ്സ് ആണ്. നമുക്കറിയാം, പല രീതിയിലുള്ള മെത്തേഡിലൂടെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പല ക്രോപ്പുകളും സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള സെലക്ഷൻ മെത്തേഡ് ചെടികളുടെ, പ്രത്യേകിച്ച് വിളകളുടെ രൂപവൽക്കരണത്തിലും അതിൻ്റെ വ്യാപൃതത്തിലുമൊക്കെ, അത്തരത്തിലുള്ള വ്യാപന പ്രക്രിയയിലുമൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്നതൊക്കെ പലതരത്തിലുള്ള മെത്തേഡുകളുടെ പിക്ചറുകളാണ്. ഇത് ചോളമാണ്, ഇതൊരു സെലക്ഷൻ മെത്തേഡാണ്, ഇത് പയറുകളാണ്, നെല്ലാണ്. അങ്ങനെ പലതരത്തിലുള്ള സെലക്ഷൻ മെത്തേഡുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള ക്രോപ്പുകൾ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് അങ്ങനെയുള്ള മെത്തേഡുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ പല രീതിയിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചതുമാണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡുകൾ മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളത്. അതിലേറ്റവും ആദ്യം നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് പെഡിഗ്രി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. പെഡിഗ്രി എന്ന് പറയുന്നത് പാരമ്പര്യമാ എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡ് മാസ് സെലക്ഷൻ ആണ്. മാസ് എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. കൂട്ടങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ് ഈസ് കോൾഡ് മാസ് സെലക്ഷൻ. അതേപോലെ തന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പ്യൂർ ലൈൻ സെലക്ഷൻ. ദെൻ അനദർ വൺ ഈസ് കോൾഡ് ക്ലോണൽ സെലക്ഷൻ. ഇതൊക്കെയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡുകൾ. ഈ മെത്തേഡുകൾ വഴി തന്നെയാണ് പലതരത്തിലുള്ള ഫ്രൂട്ടുകളും പലതരത്തിലുള്ള പയറുകളും പലതരത്തിലുള്ള പച്ചക്കറി വിഭവങ്ങളും ചോളങ്ങളും അടക്കം നമ്മുടെ നാട്ടിൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില സെലക്ഷൻ മെത്തേഡാണ്. സെലക്ഷൻ മെത്തേഡ് ആർ ക്ലാസിഫൈഡ് ഇൻടു പെഡിഗ്രി മെത്തേഡ്സ്, മാസ് സെലക്ഷൻ മെത്തേഡ്, പ്യൂർ ലൈൻ സെലക്ഷൻ മെത്തേഡ് ആൻഡ് ക്ലോണൽ സെലക്ഷൻ. ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ഷൻ മെത്തേഡുകൾ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പെഡിഗ്രി മെത്തേഡ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പെഡിഗ്രി? പെഡിഗ്രി എന്ന് പറയുന്നത് പാരമ്പര്യം എന്നാണ്. പാരമ്പര്യം, ഹെറിഡിറ്റി എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് പെഡിഗ്രി. ഈ മെത്തേഡ് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് HS ലോ ഇൻ 1927. 1927 തന്നെ ഈ ഒരു മെത്തേഡ് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെഡിഗ്രി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൻസെസ്റ്റേഴ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് it generally goes back to some distant ancestors in the past. ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ പാരമ്പര്യ സവിശേഷതകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ പാരന്റ്സ് പാട്ട് പാടുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ പാരന്റ്സിന്റെയും പിറകിലുള്ള പാരന്റ്സ്, അതായത് നമ്മളെ ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും ഒരാൾ പാട്ട് പാടുന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള കഴിവുകളുടെ ഒരു പിൻചിത്രം നമുക്ക് വേണമെങ്കിൽ പെഡിഗ്രി മെത്തേഡ് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളത് ജനറ്റിക്സിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെഡിഗ്രിയുടെ ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആ രീതിയിൽ ചില ചെടികളുടെ ഗുണവിശേഷങ്ങൾക്കനുസരിച്ച് ചില ചെടികളും ചില വിളകളും ഒക്കെ സെലക്ട് ചെയ്യപ്പെടുന്ന മെത്തേഡിനെയാണ് പെഡിഗ്രി മെത്തേഡ് എന്ന് പറയാം. പെഡിഗ്രി is a description of the ancestors of an individual and it generally goes back to some distant ancestors in the past. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ചില ചെടികളുടെ ഡിസ്റ്റൻസ് റിലേറ്റീവ്സിനെ പെഡിഗ്രി മെത്തേഡ് വഴി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. Thus a pedigree would describe the parents, grandparents, great parents and so on. Thus pedigree would describe the parents, grandparents, great grandparents and so on. ആ രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡിലൂടെ പാരന്റ്സിനെ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. The pedigree is helpful in finding out if two individuals are related by descent, their ancestry, and therefore are likely to have some genes in common. The pedigree is helpful in finding out if two individuals are related by descent, their ancestry. അങ്ങനെ പലതരത്തിലുള്ള ചില ചെടികളുടെ റിലേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും ഇത്തരത്തിലുള്ള മെത്തേഡ് നമുക്ക് പറ്റും. ദെൻ എന്താണ് പെഡിഗ്രി റെക്കോർഡ്? ഒരു റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഒരു പെഡിഗ്രി അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഒരു റെക്കോർഡ് ഉണ്ടാവും. നമ്മുടെ പാരന്റ്സ് ഇവരാണ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അവിടെയാണ് എന്നൊക്കെ പറയുന്ന റെക്കോർഡ്. ലൈക്ക് വൈസ് വി ക്യാൻ സേ ദാറ്റ് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആൾസോ വി ആർ ഓൾവേസ് കീപ്പിംഗ് എ പെഡിഗ്രി റെക്കോർഡ്. വാട്ട് ഈസ് ആക്ച്വലി ദ പെഡിഗ്രി റെക്കോർഡ്? വി ക്യാൻ സി എന്താണ് പെഡിഗ്രി റെക്കോർഡ്. See here we are representing an important pedigree record of the tomato. So tomato വളരെ പിറകിലായിട്ട് കുറെ ആൾക്കാർ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. So this is also always considered as a record. ഇല്ല, ഇവിടെ കാണിച്ചിരിക്കുന്നത് റെപ്രസെന്റേഷൻ മാത്രമാണ്. ഈ തക്കാളി ഇങ്ങനെ ആയി തീരുന്നതിന്റെ പിറകിൽ ഇവരുടെ കുറെ
പിന്നാമ്പുറം എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് പിറകിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് മുൻപേ പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് പെഡിഗ്രി റെക്കോർഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആക്ച്വലി പെഡിഗ്രി റെക്കോർഡ്? In pedigree method, a detailed record of the relationship between the selected plants and their progenies is maintained. അപ്പൊ ആ മെത്തേഡ് വഴി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഈ പ്രോജനി മെത്തേഡിനെ, ഈ ആളുകളുടെ പാരന്റ്സിനെ വളരെ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പെഡിഗ്രി റെക്കോർഡ്. As a result, each progeny in every generation can be traced back to the F2 plants from which it is originated. Such a record is known as pedigree record. അപ്പൊ ആസ് എ റിസൾട്ട് ഈച്ച് പ്രോജനി, ഓരോ കുഞ്ഞുങ്ങൾക്കും, ഓരോ ചെടിയുടെ ചെറിയ ചെടിത്തൈകൾക്കും, ഇൻ എവരി ജനറേഷൻ, എല്ലാ ജനറേഷനിലും can be tracked back to the F2 plants from which it is originated. Such a record is known as pedigree record. അങ്ങനെ അവിടെ വ്യക്തമായിട്ടുള്ള മുൻഗാമികളെ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ റെക്കോർഡുകൾ സ്ഥാപിച്ചെടുക്കുന്ന മെത്തേഡിനെയാണ് പെഡിഗ്രി റെക്കോർഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പെഡിഗ്രി മെത്തേഡ് വഴി ക്രോപ്പിനെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്? വി ക്യാൻ സി എങ്ങനെയാണ് ഒരു പെഡിഗ്രി റെക്കോർഡ് ഉണ്ടാക്കുന്നത്, പ്രൊസീജിയർ എന്താണ്. In pedigree method, individual plants are selected from F2 and the subsequent generation and their progenies are tested. അപ്പൊ സാധാരണ ചെയ്യുന്നത് F1 എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ആണ്. F2 ജനറേഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന പെഡിഗ്രി റെക്കോർഡിനെ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നത്. ഡ്യൂറിംഗ് ദ എൻറ്റയർ ഓപ്പറേഷൻ എ പെഡിഗ്രി റെക്കോർഡ് ഈസ് കെപ്റ്റ്. എൻറ്റയർ ആയിട്ടുള്ള ഈ പ്രോഗ്രാം മുഴുവനും നമ്മൾ അങ്ങനെ ഒരു പെഡിഗ്രി റെക്കോർഡ് സൂക്ഷിക്കാറുണ്ട്. ഇത് സാധാരണ ജനറ്റിക്സിൽ ഹ്യൂമൻ ബീങ്സിന് കണ്ടെത്തുന്ന ഒരു പെഡിഗ്രി റെക്കോർഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം കാണിച്ചതേ ഉള്ളൂ. ഇൻഡിവിജ്വൽ പ്ലാന്റ് സെലക്ഷൻ ഈസ് കണ്ടിന്യൂഡ് till the progeny show no segregation. At this stage, selection is done among the progenies because there would be no genetic variation within the progenies. അങ്ങനെ F2 ജനറേഷൻ വരെ ഒരു തരത്തിലുള്ള പ്രോജനിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊസീജിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വളരെ ക്ലിയർ ആയി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ജനറേഷൻ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം സെലക്ട് പാരന്റ്സ് ആൻഡ് ക്രോസ്. ഇയർ 2 F2 ജനറേഷൻ 50 to 100 പ്ലാന്റ്സ് ഉണ്ടാവുന്നു. ബൾക്ക് സീഡ്, സ്പേസ് പ്ലാൻ ഫോർ ഹയർ yield. ദെൻ ഇയർ 3യിലും നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ 2000-ഓളം പ്ലാന്റുകൾ ഉണ്ടാവുന്നു. ദെൻ ഇയർ 4, അങ്ങനെ പറഞ്ഞ് അവസാനം നമുക്ക് ഏറ്റവും നല്ല കൾട്ടിവർ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് ഈ ഒരു സ്റ്റേജ് നമ്മൾക്ക് ഒരു 10 വർഷമാവും. ഈ 10 വർഷത്തിന്റെ അടുക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ബാക്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരിക്കുന്ന സീഡിന്റെ ക്വാളിറ്റി ചിലപ്പം ഇവിടെ ആരെങ്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ല പ്രോജനിയെ അല്ലെങ്കിൽ ഏറ്റവും നല്ല പെഡിഗ്രിയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ ഒരു കൾട്ടിവേഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് പെഡിഗ്രി മെത്തേഡ്. എന്തൊക്കെയാണ് ഈ പെഡിഗ്രി മെത്തേഡിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്? ഒന്ന്, റെക്കോർഡ് കീപ്പിംഗ് പ്രൊവൈഡിങ് എ കാറ്റലോഗ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഓഫ് ദെയർ കൾട്ടിവർ. വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും പറ്റും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പെഡിഗ്രി അനാലിസിസ്. സെലക്ഷൻ ഈസ് ബേസ്ഡ് നോട്ട് ഓൺലി ഓൺ ഫിനോടൈപ്പ് ബട്ട് ആൾസോ ദ ജിനോടൈപ്പ്. ഈ സെലക്ഷൻ നടക്കുന്നത് നമ്മൾ പല രീതിയിലാണ്. ബേസിക്കലി ചിലപ്പം ഒരു ജനറ്റിക്കൽ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മോർഫോളജിക്കൽ ടൈപ്പ് ഓർ ഫിനോടൈപ്പിക്കൽ ടൈപ്പ് ആയിരിക്കും. Using the record, the breeder is able to advance only the progeny lines in which plants that carry the genes for the target traits occur. ഈ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രീഡർക്ക് പലതരത്തിലുള്ള ആളെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് the breeder is able to advance only the progeny lines in which plant that carry the genes for the larger traits occur. A high degree of genetic purity is produced in the cultivar. ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ജനറേഷനെ ഉണ്ടാക്കാൻ പോലും ഇങ്ങനെയുള്ള മെത്തേഡ് വഴി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. The breeding value of selected plants is ascertained by progeny test. ഈ പറയുന്ന progeny value അല്ലെങ്കിൽ ബ്രീഡിംഗിന്റെ വാല്യൂ വളരെ ക്ലിയർ ആയി നമുക്ക് progeny ടെസ്റ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. So this is the most important advantages of the pedigree test. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഏത് പ്രോഗ്രാമിനാണെങ്കിലും അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്? റെക്കോർഡ് കീപ്പിംഗ് ഈസ് സ്ലോ, tedious, ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്. 10 വർഷം എടുക്കുന്ന ഒരു പണിയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ക്ഷമയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ tedious, ഇറ്റ് ഈസ് ആൻ ഇലാബറസ്, ക്ഷമയുണ്ടാവേണ്ട ഒരു പ്രോഗ്രാമാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മെത്തേഡ്. The method is not suitable for species in which individual plants are difficult to isolate and characterize.
This method is not at all utilized, or it is not at all suitable for identifying or cultivating spices. അല്ലെ, സ്പൈസസ് ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുരുമുളക് അടക്കമുള്ള, ഏലമടക്കമുള്ള സ്പൈസസ് പോലെയുള്ള ചില വർഗ്ഗങ്ങളെ നമുക്ക് സെലക്ട് ചെയ്യാനും കൾട്ടിവേറ്റ് ചെയ്യാനും ഈ മെത്തേഡിൽ ബുദ്ധിമുട്ടാണ്. Pedigree selection is a long procedure requiring about 10 to 12 years or more to complete if only one growing season is possible. Okay, ഒരുപാട് ഗ്രോയിങ് സീസൺ ഇതിന് ആവശ്യമായി വരുന്നു. Since large number of progenies are rejected in this method, there are chances of elimination of some valuable material. അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ നമുക്കൊരു പക്ഷേ ഇതുവഴി വേസ്റ്റ് ആയി പോവുകയൊക്കെ ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈവൻ ദോ ഇറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജസ്. ഒരുപാട് അഡ്വാൻറ്റേജസ് കാണാം, അതോടൊപ്പം തന്നെ നമുക്ക് ഏത് പ്രോഗ്രാമിനെ പോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും കാണാം. അപ്പൊ എന്താണ് പെഡിഗ്രി എന്ന് പറയുന്നത്? അതിന്റെ മുൻഗാമികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ അടക്കം ഐഡന്റിഫൈ ചെയ്യാനും അതിനെ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡിന്റെ പേരാണ് കേട്ടോ പെഡിഗ്രി മെത്തേഡ്. ഓക്കെ, താങ്ക് യു.